ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ച് ഒരുങ്ങുവാണ്. ആദ്യം തന്നെ മുഖത്തും ചുണ്ടയിലും കുറച്ച് വാസലിൻ തേച്ച് ഭയങ്കര ഡ്രൈ ആണ്. അതുകൊണ്ട് അപ്പോഴത്തേക്കും കണ്ണെഴുതാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഓർത്ത് വേണ്ട, കണ്ണെഴുതിയാലും മൊത്തം പടരും. അതിൽ നല്ല ഐലൈനർ എഴുതുന്നതാണ്, അതാകുമ്പോൾ അവിടെ ഇരുന്നോളും. അവിടെ രണ്ട് കണ്ണയിലും ഐലൈനർ എല്ലാം എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. കണ്ണെഴുതിയിട്ട് കണ്ണെഴുതിയെന്നും അറിയാൻ പറ്റുന്നില്ല. എന്തോ ഒരു ഡാർക്ക് സർക്കിൾ വീണുകൊണ്ടാണോ കൺപീലിയില്ല, എന്തോ ഒരു ഇത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കാരണം അതങ്ങനെയാണ്. പിന്നെ ഇതൊക്കെ ചേച്ചിയുടെ സാധനങ്ങളാണ് കേട്ടോ. ഈ പൗച്ചടക്കം അവളുടെയാണ്, അവളിവിടെ വെച്ചിട്ട് പോകുന്നതാണ്. പിന്നെ വേണ്ട, ഞാൻ പിരികം എനിക്കില്ലാത്തതുകൊണ്ട് പിരികനൊക്കെ ഒന്ന് എഴുതി വിട്ടു കേട്ടോ. 2 പിരികനും ഇല്ല കേട്ടോ എനിക്ക്. പേരിന് എവിടെയൊക്കെയോ 4-5 എന്താ പറയുക പൂടകളേ ഉള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വിട്ടു, പിരികനൊക്കെ എഴുതി. എന്നിട്ടും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചൊക്കെ ഒന്ന് ഒപ്പി വിടുന്നുണ്ട്. കാരണം ഒട്ടും ഇല്ലാത്തൊരു ഒത്തിരി ആക്കിയാലും വിഷയമാണ്. അതിനുശേഷം ലിപ്സ്റ്റിക് എല്ലാം ഒന്ന് ഇട്ട് പിന്നെ കൺപീലിയൊക്കെ ഒന്ന് റെഡിയാക്കി വിട്ടു കേട്ടോ. ഇതൊക്കെ ചേച്ചിയുടെ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ കുറച്ച് ടച്ചപ്പിന് വേണ്ടി ഒരു ക്രീമൊക്കെ ഒന്ന് തൂത്തുവിട്ട് ഞാനിങ്ങനെ തപ്പുവാണ് കേട്ടോ. ഇവളുടെ ഒരു ബ്ലഷ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ. നല്ല ബ്ലഷാണ്. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷേ യൂസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മുടിയൊക്കെ എൻ്റെ മുടി ഭയങ്കര കേളി ഹെയറാണ്. അതൊക്കെ ഒന്ന് ഡ്രയർ വെച്ച് യൂസ് ചെയ്ത് ഒന്ന് സ്ട്രൈറ്റ് ആക്കി വിട്ടു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു, മുടി ഭയങ്കരമായിട്ട് ലോസ് ആവുന്നുണ്ട്. എങ്കിലും സാരമില്ല, ഉള്ളിലൊരു വിഷമം ഉണ്ടെങ്കിൽ സാരമില്ല. മുടിയെല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ദേ ബുഷൊക്കെ ഇട്ടിട്ട്, ഇതെൻ്റെ ചേച്ചി മേടിച്ചെന്ന ഡ്രസ്സാണ് കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് ഒരു സ്ലോമോ ഒക്കെ നോക്കി. സ്ലോമോ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ 2 പേർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. 2 പേര് ദേ ഇവരാണ് ആ 2 പേര് കേട്ടോ. 2 പേരും എൻ്റെ ചേച്ചിമാരാണ്. ഒന്ന് നവ്യ ചേച്ചി, ഒന്ന് സോണി ചേച്ചി. പ്രായം കൊണ്ട് 2 പേരും മൂത്താണെങ്കിലും ചില സമയത്ത് ഇവർ എന്നിലും ചെറുപ്പമായിട്ട് വരും കേട്ടോ. ഇവർക്ക് നല്ല എനർജിയാണ്. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ 2 പേരും കട്ടയ്ക്ക് നിൽക്കും കേട്ടോ. അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഇവരെ. ഇവർ തന്നെയല്ല കേട്ടോ, ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയുണ്ട്, അവൾ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ദേ കടയുടെ അകത്തേക്കൊക്കെ ഒന്ന് കയറി. ഇതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. ഈ ഈ കിച്ചന് നല്ല വിലയാണ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ആ റോസ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം നോക്കി കേട്ടോ. പിന്നെ വിലയായതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. ഇതാണ് കേട്ടോ ഈ കടയുടെ ഓണർ. പുള്ളി ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരാൾ അവിടുന്ന് വീഡിയോ എടുക്കുവാണോ യൂട്യൂബിൽ ഇടാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നു. അതാണ് കേട്ടോ ഇത് ആ കടയിലെ ഒരു ചേച്ചിയാണ് കേട്ടോ. പുള്ളിക്കാരത്തിക്ക് ഒരു ഹായ് എല്ലാം പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തി ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നവ്യ കുറച്ച് ടോപ്പൊക്കെ എടുക്കാനായിട്ടൊക്കെ കയറി. ഈ ക്യാറ്റിനെ കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതിനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അതിനെല്ലാം ശേഷം എൻ്റെ ക്യാറ്റ് ഇരിക്കുന്നു കേട്ടോ, എൻ്റെ കെട്ടിയോനാണ്. പുള്ളി ഇങ്ങനെ പറയണത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. ബൈ ബൈ.